എന്റെ കഴിഞ്ഞ മെസ്സേജിന്റെ തുടർച്ചയായിട്ടാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത്. അതായത് സ്വന്തം വീട്ടിലുള്ളവർ, അല്ലെ നമ്മുടെ കൂടെയുള്ളവർ, ഭാര്യയായാലോ ഭർത്താവായാലോ അച്ഛൻ അമ്മ ആരായാലും മക്കള്, ഇവരാരും നമ്മൾ പറയുന്ന ഈ ആത്മീയ രഹസ്യങ്ങളോ സത്യങ്ങളോ ഒന്നും ഉൾക്കൊള്ളുന്നില്ല, ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് കാരണം ഭയങ്കരമായ നിരാശ, വിഷമം, പിന്നെ തർക്കം, പിന്നെ വഴക്ക്, അല്ലെങ്കിൽ അവര് നമ്മളെ പുച്ഛിക്കൽ, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങളും കൂടി ഞാനിപ്പോ പറയാം. നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ പറയുന്നത് വിശ്വസിക്കാത്തത് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അവർ ചെയ്യാത്തത് കൊണ്ടുള്ള വിഷമത്തിന് പുറത്താണ് ഇത് വഴി ഒരു തർക്കവും വിഷയമൊക്കെ വീട്ടിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർമ്മം നമ്മൾ ഫലം ഇച്ഛിക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ആ ഒരു തിയറി നമ്മൾ പഠിച്ചു വരാത്തത് കൊണ്ടാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ മേഖലയിൽ നിന്നല്ല, സകല മേഖലയിലും ഈ ഒരു കുഴപ്പം നമുക്കുണ്ട്. കാര്യം നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന കാലത്തോളം ചെയ്യുക, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം, അതിനുള്ള വഴികൾ ഉള്ളിടത്തോളം നമ്മുടെ കർമ്മം ചെയ്യുക. ഇതിന്റെ ഫലം എങ്ങനെ കിട്ടും? ചിലപ്പോൾ അവരിലൂടെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ വേറെ ആരിലൂടെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ദൈവം വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഏതെങ്കിലും രീതിയിലായിരിക്കും അതിന്റെ ഫലം തരുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വന്നു എന്നതുമായിരിക്കില്ല ഫലം. അപ്പൊ ഈ വിധ തിയറികൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് പഠിച്ചു വരാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെയുള്ള ഈ വിഷയത്തിലും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഏത് കൂടെയുള്ളവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കറക്റ്റായിട്ട് വരുന്നില്ല, നന്നാകുന്നില്ല. പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നോട്ടീസ് ഇങ്ങനെ വാരി വിതറുന്നത് പോലെ, ഒരു പരസ്യം ചെയ്യുന്നത് പോലെ നമ്മുടെ വീട്ടിലുള്ളവരടുത്ത് നമ്മൾ ഇതങ്ങ് പറയുക. പക്ഷെ ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് അവരുടെ മനസ്സിലതുണ്ട്, അവരുടെ ആത്മാവ് അത് എടുത്തിട്ടുണ്ട്. റിസൾട്ട് വരുന്നത് അത് എപ്പോഴെങ്കിലും ഈ ആത്മാവ് അവരിലൂടെ പ്രവർത്തിച്ച് അവരെ ചില സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയി ചില കാര്യങ്ങളൊക്കെ കാണിച്ച് കേൾപ്പിച്ച് ഇങ്ങനെ അവരിൽ പതുക്കെ ഒരു മാറ്റം വരും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വിത്ത് പാകുന്നത് പോലെയാണ്. നമ്മുടെ കർമ്മം എന്താണ്? ഈ വിത്ത് പാകി അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അത് വളർത്തി, അത് വളർന്ന് പൊട്ടി മുളയ്ക്കുന്നു, വളരുന്നു, അത് ഫലം തരുന്നു, ഇതൊന്നും നമ്മൾ നോക്കി മെനക്കെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാഗ്രഹമുണ്ട്, ദൈവത്തോട് പറയുന്നു, കഴിഞ്ഞു. നിരന്തരം ഇത് വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതേ പ്രകൃതിയുടെ കണ്ണില് നമ്മുടെ ഭാഗത്ത് തെറ്റായിട്ട് വരും. കാരണം നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് വിശ്വസിച്ച് പറഞ്ഞു, കഴിഞ്ഞു. ഡെയിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞ, നമുക്കൊരു ജോലി നമ്മളിലുണ്ട്, ഒരു സ്ഥലത്ത് നമ്മളൊരു ജോലി ചെയ്യേ. അപ്പൊ അവിടുത്തെ ഒരു ആള്, കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചു നമ്മളെ കയ്യിൽ ആ ജോലി കിട്ടി, നമ്മളൊരു 1-2 ദിവസത്തിനകത്ത് ആ ജോലി പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ആ ജോലി നമുക്ക് നല്ലോണം അറിയാം, നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. ഇതിനു മുമ്പ് നല്ല വൃത്തിയും വെടുപ്പായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതിന് അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ. പക്ഷെ ഈ നമ്മളെ ജോലി ഏൽപ്പിച്ച ആള് ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ജോലി ചെയ്തായിരുന്നോ? അത് എപ്പോ ചെയ്യും? അത് ഇതുവരെ ഒന്നും ചെയ്തു തുടങ്ങിയില്ലേ? അതെന്ത് ചെയ്യാത്തത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. നമ്മളത് ചെയ്യും എന്ന് 100% നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഈ ജോലി നല്ല വൃത്തിയും വെടുപ്പായിട്ട് ചെയ്യും എന്ന് അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ആ ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അയാൾ പോകും. ബാക്കി നമ്മുടെ ഇഷ്ടത്തിന് വിട്ടേക്കും. നമ്മളത് ചെയ്താലോ ചെയ്തില്ലേലോ അയാൾ ആ ഒരു നിശ്ചിത സമയത്തോളം അത് ചോദിക്കൂല. കാരണം നമ്മൾ ഇതിനു മുമ്പ് നല്ല ഭംഗിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്, നമുക്ക് ജോലി ചെയ്യാൻ 100% അറിയാം എന്ന് അയാൾക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തായിരുന്നു, എന്തായി, എത്രയായി, അതെന്ത് ചെയ്തില്ലേ, തുടങ്ങിയില്ലേ, ഇങ്ങനെ ചുമ്മാ ചോദിക്കും. നമുക്ക് ഇത്ര ദിവസം അത് ചെയ്ത് തരണം കേട്ടോ, ഉടനെ തന്നെ ചെയ്ത് തരണേ. കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുക, അത് ചെയ്ത് തുടങ്ങിയായിരുന്നു, അത് ഒന്ന് ചെയ്ത് തരണേ, തെറ്റിന്ന് പോവല്ലേ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്ത് തരണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഞാനാണെങ്കിൽ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, ഇത് നിങ്ങൾ തന്നെ ചെയ്തു, ഇല്ലേ വേറെ ആരും കൊണ്ട് കഴിപ്പിരുന്ന് ഞാൻ പറയും, എന്റെ സ്വഭാവം വെച്ചിട്ട്. കാരണം എനിക്കത് നല്ലോണം ചെയ്യാൻ അറിയാം, എനിക്കത് വിശ്വാസമുണ്ട്. പക്ഷെ ഇയാളത് ഒരു വിശ്വാസമില്ലാത്ത നിരന്തരം ചുരണ്ടിക്കൊണ്ടിരിക്കുകയും, അപ്പൊ നമുക്ക് ദേഷ്യം വരും. ഇതുപോലെയാണ് നമ്മുടെ ചില വീട്ടുകാരുടെ കൂടെ ഉള്ളവർ നന്നാകണം,
എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ പറയുന്നതാണ്, പലരുടെയും പ്രാർത്ഥന ആയതുകൊണ്ട് ഞാനത് പറയണതാണ്. നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന പലരിൽ നിന്നും പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ദൈവത്തിൽ തന്നെ പൂർണ്ണമായി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ ചുരണ്ടി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നിരന്തരമായി ചോദിച്ചും പറഞ്ഞും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു നെഗറ്റീവ് ശക്തി നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്കത് കാരണം നമുക്ക് ഭയങ്കര വേദനയും വിഷമവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു ചെറിയൊരു രോഗം വന്നു, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഏതൊക്കെ രീതി നോക്കിയിട്ടും ഈ രോഗം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒന്നും അറിഞ്ഞൂടാതെ ഫുൾ ബ്ലോക്കായി അറസ്റ്റായി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയില്ല, ശല്യം ചെയ്തും കൊണ്ട് നിരന്തരമായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പ്രശ്നം മാറ്റാം. പക്ഷെ ഇതല്ല, ഇത് വേറൊരാളുടെ കാര്യമാണ്, വേറൊരു ആത്മാവിന്റെ കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ നിരന്തരം ഇത് എന്നെ പ്രാർത്ഥിച്ച് അതിന്റെ ആവശ്യമില്ല. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൽ നമുക്ക് അത്ര കണ്ട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ കാര്യം തന്നെ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതില് എന്നോട് ദൈവം പറയുന്നത്, പല വ്യക്തികളും ഇപ്പൊ നിങ്ങളൊക്കെ പോലുള്ള പല എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും, നിങ്ങളുടെയൊക്കെ കൂടെ ഉള്ളവർ നിങ്ങളെക്കാട്ടിലും ആത്മീയ വളർച്ച ഉള്ളവരാണ് പലരും. പക്ഷെ നമ്മൾ ഈ പറയുന്ന സൃഷ്ടാവാൻ ദൈവത്തിലോട്ട് തിരിച്ചറിയുകയോ ആ ഒരു ദൈവത്തിലോട്ട് പ്രാർത്ഥനയോ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് പിടികിട്ടണം. നിരന്തരമായി ഇങ്ങനെ വേറൊരു ആത്മാവിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആത്മാവ് ആ ഒരു തലത്തിൽ വരേണ്ട ആത്മാവായിരിക്കില്ല, അതിന്റെ ആവശ്യം ഇപ്പൊ വരുന്നില്ല. ചിലപ്പോൾ അതിനു മുമ്പ് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ആത്മാവിനെ കാണും. ആ ഒരു സമയമാകുമ്പോഴേ ആ ഒരു ലെവലിലേക്ക് വളർന്ന് വന്ന് ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത് ഒരു വശത്ത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അപ്പൊ നമ്മൾ പക്ഷെ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തോട് ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ഭാഗത്ത് അത് തെറ്റായിട്ടേ വരുള്ളൂ. അപ്പൊ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതവിടെ ചെയ്തിരിക്കും എന്ന് 100% നമ്മൾ ഉറപ്പിക്കുക. വേണമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടാലും നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊരു ആത്മാവ് മരിക്കുമ്പോഴും ജനിച്ചപ്പോഴും ഒറ്റയ്ക്ക് ജനിച്ചു, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക് പോവുള്ളൂ. അത് അടുത്ത വിഷയം. ഇനി അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പം ആത്മീയ വളർച്ച നേടിയവരായിരിക്കും. പക്ഷേ ഈ സൃഷ്ടാവാൻ ദൈവത്തെ തിരിച്ചറിയുകയോ ബാക്കി ഞാൻ ഈ പറയുന്ന ആത്മീയ രഹസ്യങ്ങളോ മർമ്മങ്ങളോ അറിഞ്ഞുകൂടാത്തവനായിരിക്കാം. പക്ഷെ ആത്മീയ പക്വത നിങ്ങളെക്കാട്ടിലും കൂടുതൽ മിക്ക കുടുംബ അംഗങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം സത്യം തിരിച്ചറിയണം. നിങ്ങൾക്ക് ഈ ഭയങ്കരമായ ഭക്തിയുണ്ട്, പക്ഷെ പലർക്കും ആത്മീയ വളർച്ച വന്നിട്ടില്ല. ഈ ആത്മീയ വളർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ മനസ്സുകൊണ്ടുള്ള ഒരു പക്വതയാണ്, ഉപബോധ മനസ്സിന്റെ ഒരു പക്വതയാണ്. അതായത് ദേഷ്യം വരേണ്ടടുത്ത് മാത്രമേ ദേഷ്യം വരുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടൂല, പിന്നെ നിസ്സാര കാര്യത്തിലൊന്നും ടെൻഷൻ അടിച്ച് മനസ്സ് പുകഞ്ഞ് ഭ്രാന്താകൂല. ദൈവം എന്ന് പറയുന്ന ഒറ്റ ശക്തിയെ പ്രപഞ്ചത്തിലുള്ളൂ, അല്ലാതെ ഇതിന്റെ ഒന്നും പറയാ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് ചിന്തിച്ച് വലിയ ഭക്തിയൊന്നും കാണിക്കാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ചിലർ കാണും. തെറ്റും ശരിയും തിരിച്ചറിയാവുന്ന ബോധം അവർക്ക് കാണും. എന്നെ വിളിക്കുന്ന പല ഭക്തരുണ്ട്, കൂടുതൽ സ്ത്രീകളാണ്. പലരും വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ബ്ലണ്ടർ കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു വർഷത്തിലേറെ എന്റെ മെസ്സേജ് കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് അവരവരെ വീട്ടിലുള്ളവരുടെ ചില കുറ്റം പറയുമ്പോൾ ഞാൻ അവരുടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ആ വ്യക്തി നിങ്ങളെക്കാട്ടിലും വളർച്ചയുള്ള വ്യക്തിയാണ്, കാരണം അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്, അയ്യോ അപ്പൊ എനിക്കല്ലേ വളർച്ച, ഇവർക്ക് ഭക്തിയേ ഉള്ളൂ. ഇവർക്ക് ഈ കണ്ണടച്ച ഒരു ഭക്തി സൃഷ്ടാവ ദൈവത്തോടുണ്ട്, നിരന്തര പ്രാർത്ഥനയുണ്ടെന്നല്ലാതെ ആത്മീയ പക്വതയും വളർച്ചയും എന്റെ ഈ മെസ്സേജ് ഒരു വർഷം കൊണ്ട് കേൾക്കുന്നവർക്ക് വന്നിട്ടില്ല. അത് വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോഴാണ് ഇത് തന്നെയാണ് എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പലരുടെയും കുടുംബത്തിന്റെ അവസ്ഥ. കാര്യം എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് ആത്മാവ് പവർഫുൾ ആകുന്നുണ്ട്, ആത്മാവ് അകത്തുനിന്നുകൊണ്ട് യെസ് ശരി കറക്റ്റ് ഇതാണ് ശരി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ആത്മാവിന്റെ ആ ഒരു പക്വതയ്ക്ക് അനുസരിച്ച് ഈ വ്യക്തിയുടെ മനസ്സ് ഉയർന്നു വന്നിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ കുറെ പേരുണ്ട്. ചിലർക്ക് ആത്മീയ വളർച്ച വരാത്തതുണ്ട്, ചിലർക്ക് ഈ വ്യക്തി ആ ആത്മാവുമായിട്ട് ഇടുകി ആ ഒരേ മനസ്സായിട്ട് വരുന്നില്ല. ആത്മാവിന് പല കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഈ മനസ്സിലായതൊന്നും ഈ വ്യക്തിക്ക് പിടിയിട്ടിട്ടില്ല. അത് കാരണം പിന്നെയും മണ്ടത്തരങ്ങളും തെറ്റുകളും പറ്റിക്കൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്ക്, ചില ഭർത്താവായിരിക്കാം, ചില ഭാര്യയായിരിക്കാം, അവർക്ക് ഇവരെക്കാട്ടി ആത്മീയ പക്വതയുണ്ട്, അറിവ് കുറവാണ്. പക്ഷെ മുൻ ജന്മങ്ങളിലൂടെ
എന്നോട് ഇടപെടുന്ന നിങ്ങളുടെ ആത്മാവിനെക്കാട്ടിലും പഠിച്ചും പക്വതയും വളർച്ചയും വന്ന് മുറ്റി ഇത്തിരി പവർഫുൾ ആയ ആത്മാക്കളാണ് നിങ്ങളുടെ കൂടെയുള്ള പലരും. പക്ഷെ അവർക്ക് ആ ഒരു പക്വത ഉള്ളത് കൊണ്ട് ഈ ആത്മീയ രഹസ്യങ്ങളൊക്കെ മർമ്മങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ അവരുടെ ആത്മാവിനെ അറിയാവുന്നത് കൊണ്ടും പുറമെ ഈ ദൈവം ആത്മീയം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്നത് അവർക്കറിയാവുന്നത് കൊണ്ടും ഇവരാരും എന്റെ കാര്യം നിങ്ങൾ പറയുമ്പോഴാണ് വിശ്വസിക്കാത്തത്. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പല മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ദൈവം എന്നും പറഞ്ഞ് നിങ്ങളായിട്ട് പോയ പല കള്ള ദൈവ പുരോഹിതന്മാർ അല്ലെ പല മാർഗത്തിലൂടെയൊക്കെ പോയി നിങ്ങൾ പറ്റിക്കപ്പെട്ടപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള വീട്ടംഗങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന സകലമാന മണ്ടത്തരങ്ങളും കണ്ട് ഭ്രാന്തായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് പലരും. അപ്പോഴാണ് ദൈവം നിങ്ങളെ കറക്കി തിരിച്ച് ഈ സത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സത്യത്തിലേക്ക് എത്തിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ സത്യത്തിലേക്ക് എത്തി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇതാണ് സത്യം എന്ന് പറഞ്ഞ് നിങ്ങളെ കൂടെയുള്ള ഭർത്താക്കന്മാരടുത്തോ ഭാര്യമാരടുത്തോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളടുത്തോ പറയുമ്പോ ഇല്ല അവർ നിങ്ങളുടെ കഴിഞ്ഞ മണ്ടത്തരങ്ങളെ ഓർത്ത് ഏതോ ഒരു പുതിയ മണ്ടത്തരത്തിൽ ചാടി എന്നേ അവർക്ക് തോന്നൽ വരുള്ളൂ. ഇത് സ്വാഭാവികമാണ്. കാരണം ചൂട് പാലിൽ വീണ പൂച്ച പലയാവർത്തി ചൂട് പാല് അതിന്റെ മുഖത്ത് തലക്കി അല്ലെ അതിൽ വീഴേ ചെയ്തു പോയ ഒരു പൂച്ച തണുത്ത പാല് കണ്ടാലും പേടിച്ച് ഓടും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ തണുത്ത പാല് ശരിക്കും കുടിച്ചു തുടങ്ങി. ഇത്ര നാള് ചൂട് പാല് വീണ് പൊള്ളി നടന്ന നിങ്ങൾ ഇപ്പൊ ശരിക്കും തണുത്ത പാല് കുടിച്ചപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. ഇതും ഏതോ ഒരു പുതിയ ഒരു വെറൈറ്റി കളിപ്പീരിലോട്ട് ചെന്ന് ചാടിയതിനെ അവർക്ക് തോന്നുള്ളൂ. പക്ഷേ എങ്ങനെ ആ തോന്നൽ അവർക്ക് മാറ്റിയെടുക്കാം? അത് നമ്മളിപ്പോ ഉപദേശിച്ചും കൊണ്ടോ എത്ര പറഞ്ഞതും കൊണ്ടോ അവരെ മനസ്സൊന്നും മാറൂല. കാരണം നിങ്ങൾ ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ മണ്ടത്തരങ്ങളുടെ പിറകെ പോയപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് സത്യം, ഇതാണ് ശരി, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ അവസാനം അയ്യോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അടുത്ത ചാടി വേറെ പോണത് അല്ലെങ്കിൽ കുറെ കാശൊക്കെ പോയത്. അപ്പൊ ആ അവസരത്തിൽ നിങ്ങൾ ഇപ്പൊ ശരീരമായിട്ടുള്ള കാര്യം പറഞ്ഞില്ല. ഇപ്പൊ ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചൊരു കഥയുണ്ട്. ചുമ്മാ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഇളക്കാൻ വേണ്ടിയിട്ട് വെറുതെ പുലി വരുന്നേ എന്ന് അലറി വിളിക്കാൻ പറയും. അപ്പൊ ഗ്രാമത്തിലുള്ളവരുടെ കമ്പ് കൂണിയായിട്ടും വെട്ടവും തീയെ കത്തിച്ച് വന്നപ്പോഴത്തേക്ക് അയ്യോ ഞാൻ പറ്റിച്ചേ എന്നും പറഞ്ഞ് ഇയാൾ ആൾക്കാരെ കബളിപ്പിച്ചു. 2-3 പ്രാവശ്യം കൊണ്ട് ഇയാൾക്കൊരു എൻജോയ്മെന്റ്. ചുമ്മാ പുലി വരുന്നേ പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ പേടിച്ച് വെപ്ര പിടിച്ച് അങ്ങോട്ട് ഓടുമ്പോൾ ഇയാൾക്കൊരു രസം. അങ്ങനെ ഇരുന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പുലി വന്നു. ശരിക്കും ഇങ്ങേരി ആ പുലിയെ കണ്ട് അലറി വിളിച്ച് നിലവിളിച്ചപ്പോൾ ഒരൊറ്റ ആൾക്കാരും മൈൻഡ് ചെയ്തില്ല. കാരണം സ്ഥിരമുള്ളതുപോലെ നമ്മളെ പറ്റിക്കാനായിട്ട് ഇവൻ കിടന്ന് എന്തൊക്കെ പറയുന്നു എന്ന് വിചാരിച്ച് ഗ്രാമത്തിൽ ആരും മൈൻഡും ചെയ്തില്ല. പുലി ഈ കക്ഷിയെ കടിച്ചു കീറി തിന്നിട്ട് പോയി എന്നൊരു കഥയുണ്ട്. ഇതൊക്കെ ഈ ഓരോ ഉപദേശ കഥകളാണ്. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ കാര്യങ്ങളുണ്ട്. അതേപോലെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെയൊക്കെ പല അവസ്ഥകൾ. അപ്പൊ എന്നെ വിളിച്ച് വീട്ടുകാർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും വിഷമത്തിലൊക്കെ പറയുന്ന നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതേ അവസ്ഥ പലപ്പോഴും നിങ്ങളുടെ വീട്ടുകാർ അനുഭവിച്ച് മടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം വരാത്തത്. പക്ഷേ എങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റും? അതാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രധാന പോയിന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം കണ്ടാണ് അവർ ഇനി നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഉപദേശത്താലല്ല. നിങ്ങൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന ആ മണ്ടത്തരങ്ങളോ നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ മാറി ശരിക്കും നിങ്ങളുടെ ജീവിത രീതിയും ശൈലിയെല്ലാം പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ കണ്ട് സംശയിക്കും. ഇത്രയും നാളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ ഇവൻ ഇപ്പോ കറക്റ്റാണ്. പല രീതിയിൽ വ്യത്യാസം, സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഭയങ്കര ദേഷ്യമായിരുന്നത് ഇപ്പോ ദേഷ്യമൊന്നും പെടുന്നില്ല. എല്ലാവരോടും സൗമ്യം സംസാരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടുന്നില്ല. അയൽപക്കത്ത് ആൾക്കാരുമായിട്ട് പോയി നുണയും പറഞ്ഞ് സമയം പാഴാക്കി കളയുന്നില്ല. രാവിലെ എഴിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം കറക്റ്റാ നോക്കുന്നു, പാചകം ചെയ്യുന്നു. ജോലിക്ക് പോകേണ്ട പുരുഷന്മാരാണെങ്കിൽ കറക്റ്റാ പോകുന്നു, കിട്ടുന്ന കാശും അതെല്ലാം കറക്റ്റാ ഹരിച്ചും ഗുണിച്ചും ആ കുടുംബത്തിന് വേണ്ട രീതിയിൽ മിച്ചം പിടിക്കുന്നു. ധനനഷ്ടം വരുന്നില്ല. ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. ബിസിനസ്സിന് ഉയർച്ച വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ താനെ നിങ്ങളുടെ വഴിക്ക് വന്നിരിക്കും. ഇത് ദൈവം തരുന്ന ഒരു ഉറപ്പാണ്. ഒരിക്കലും നമ്മൾ എത്രത്തോളം ബുദ്ധിപരമായിട്ടോ വാ തുറന്ന് വിരട്ടിയും കുത്തി സംസാരിച്ച് എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമോ അങ്ങനെയെല്ലാം നിങ്ങളുടെ കൂടെയുള്ളവർ അകന്നുകൊണ്ടേയിരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം അതാണ് അവസ്ഥ. നിങ്ങൾ കൂടുതൽ നെഗറ്റീവായി പോയെന്നേ അവർക്ക് തോന്നുള്ളൂ.
അപ്പം അവരുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നടക്കേണ്ട നേരത്തെ പറഞ്ഞു, അമ്പലത്തിൽ പോകണമെങ്കിൽ പോവാം, പള്ളിയിൽ പോകണമെങ്കിൽ പോവാം. അവരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഓക്കെ ആയി എന്ന് വേണം അവർക്ക് തോന്നാൻ. കാരണം അവരുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നെഗറ്റീവായി പോയെന്ന് വിചാരിച്ച് അവർ കൂടുതൽ അകലേ ഉള്ളൂ. അപ്പം നിങ്ങൾ പോസിറ്റീവായെന്ന് നിങ്ങളുടെ കൂടെയുള്ളവരോട് കാണിക്കേണ്ട എങ്ങനെയാണ്? അവരുമായിട്ടുള്ള ഈ സഹകരണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് അത്രയും പക്വത വന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ പക്വത വരുത്തണം. ഇനി നിങ്ങൾക്കത് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഇതൊക്കെ മനസ്സിലായി, ഇതെല്ലാം പറയുമ്പോഴെല്ലാം എല്ലാവർക്കും നല്ല പിടി കിട്ടും. പക്ഷെ നല്ല പിടി കിട്ടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരെക്കാട്ടിലും നിങ്ങളാണ് നെഗറ്റീവായി പോയത്. അല്ലെ, നെഗറ്റീവ് അത്രത്തോളം സ്വാധീനിച്ച് കുരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ നിങ്ങൾ ഇത്ര നെഗറ്റീവായി? നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നൽ വരികയും നിങ്ങൾ അങ്ങനെ പണ്ട് മുതലേ ധരിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളാണ് ശരിയെന്നുള്ള 100% ഉള്ളൊരു വിശ്വാസം പണ്ട് മുതലേ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയൊക്കെയോ വന്നതിന്റെ കാരണം നിങ്ങൾ കുറച്ച് ആത്മീയ വളർച്ചയും ഇത്തിരി ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ മർമ്മങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഞാൻ ആണ് ഏറ്റവും കേമൻ എന്നൊരു ചിന്ത വന്നത് കാരണം മറ്റുള്ളവർ ഇത് നിങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ടോ നിങ്ങളെ അകറ്റുന്നത് കൊണ്ടോ നിങ്ങൾ ഇതിന്റെ വസ്തുതകളൊക്കെ അല്ലെ ഞാൻ ഈ പറയുന്നവരെ ബുദ്ധിമാനമായി നിൽക്കാനുള്ള അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ മാക്സിമം അവരെയൊക്കെ വെറുപ്പിച്ചു. സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ വെറുപ്പിച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായി പോയി. കാരണം നിങ്ങൾ ആ ഒരു ആത്മീയ വളർച്ച ദൈവത്തിന്റെ ആ ഒരു ഹൈയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത ഒരു ആത്മാവായത് കാരണം നിങ്ങളെ എങ്ങനെ കുരുക്കാം എന്ന് വിചാരിച്ച് ഈ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ പിറകെ ഉണ്ടായിരുന്നു. അവർ വിജയിച്ചു. നിങ്ങൾ അവർ വെച്ച കെണിയിലെല്ലാം നിങ്ങൾ വീണുപോയി. നിങ്ങൾ തന്നെ പല രീതിയിലും കൂടുതൽ നെഗറ്റീവായി പോയി. ഞാനെന്ന ഭാവത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതും സംസാരിച്ചതും എല്ലാം നെഗറ്റീവായി പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ മനഃപൂർവ്വം താഴ്ന്നു കൊടുക്കാതെ ജയിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ കാണിച്ചു കൂട്ടിയ പ്രവർത്തിച്ചതെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവായി മാറി. ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാനാണ് ശരി എന്ന് വിചാരിച്ച് എന്തൊക്കെയോ മണ്ടത്തരങ്ങളും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിലൂടെ നിങ്ങൾ തന്നെ ഒരുപാട് നെഗറ്റീവായി പോയി എന്ന സത്യം തിരിച്ചറിയണം. അത്രയും നെഗറ്റീവായി പോയ നിങ്ങൾക്ക് ഇനി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോസിറ്റീവായി വരണമെങ്കിൽ അത്രത്തോളം ദൈവത്തോട് ക്ഷമയൊക്കെ പറഞ്ഞ് ശ്രമിച്ച് അതിലോട്ട് കയറി വരാൻ പറ്റും. ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്